അനന്തപുരിയുടെ ഹൃദയഭാഗത്ത് മനോഹരമായ പത്മതീർത്ഥക്കുളത്തിന് അരികിലായി തലയുയർത്തി നിൽക്കുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് പറയാൻ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അത്ഭുത കഥയുണ്ട്. പണ്ട് പരമഭക്തനായ വില്വമംഗലം സ്വാമിയാർ തൻ്റെ പൂജകൾക്കിടയിൽ ഒരു കൊച്ചു ബാലനെ കാണാറുണ്ടായിരുന്നു. ആ കുട്ടി സ്വാമിയാരുടെ പൂജാ സാമഗ്രികൾ വലിച്ചെറിഞ്ഞും മറ്റും വല്ലാതെ കുസൃതി കാണിക്കുമായിരുന്നു. ഒരു ദിവസം ദേഷ്യം സഹിക്കവയ്യാതെ സ്വാമിയാർ ആ കുട്ടിയെ കൈകൊണ്ട് തള്ളി മാറ്റി. അപ്പോൾ ആ കുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഇനി എന്നെ കാണണമെന്നുണ്ടെങ്കിൽ അനന്തൻ കാട്ടിലേക്ക് വരൂ." ആ കുട്ടി മറ്റാരുമായിരുന്നില്ല, ഭഗവാൻ കൃഷ്ണനായിരുന്നു. പശ്ചാത്താപം തോന്നിയ സ്വാമിയാർ ഭഗവാനെ തിരഞ്ഞ് വനത്തിലൂടെ അലഞ്ഞു. ഒടുവിൽ കടലിനോട് ചേർന്നുള്ള അനന്തൻ കാട്ടിലെത്തിയപ്പോൾ വലിയൊരു ഇലഞ്ഞിമരം കടപുഴകി വീഴുന്നതാണ് അദ്ദേഹം കണ്ടത്. ആ മരം പെട്ടെന്ന് വിഷ്ണു ഭഗവാന്റെ അനന്തശയന രൂപമായി മാറി. ആ രൂപം എത്രത്തോളം വലുതായിരുന്നുവെന്നാൽ ഭഗവാന്റെ ശിരസ് തിരുവല്ലത്തും പാദങ്ങൾ തൃപ്പാദപുരത്തും മധ്യഭാഗം തിരുവനന്തപുരത്തുമായിരുന്നു എന്നാണ് ഐതിഹ്യം. സ്വാമിയാരുടെ അപേക്ഷ പ്രകാരം ഭഗവാൻ തൻ്റെ വലിപ്പം കുറച്ച് ഇപ്പോൾ കാണുന്ന രൂപത്തിലേക്ക് മാറിയെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ ക്ഷേത്രത്തെ ലോകപ്രശസ്തമാക്കുന്നത് അവിടത്തെ രഹസ്യ നിലവറകളാണ്. നൂറ്റാണ്ടുകളായി അടഞ്ഞുകിടക്കുന്ന 6ാം നിലവറ അഥവാ ബി നിലവറയ്ക്ക് പിന്നിൽ വലിയൊരു രഹസ്യമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതിനുള്ളിൽ അനന്തമായ നിധിശേഖരമുണ്ടെന്നും അതല്ല സാക്ഷാൽ ഭഗവാന്റെ ചൈതന്യം കുടികൊള്ളുന്ന ഇടമാണെന്നും വിശ്വസിക്കുന്നവരുണ്ട്. ഇന്നും ഈ നിഗൂഢതകൾക്ക് ഉത്തരം കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല.